സൂറത്തുൽ ഹജ്ജിലെ 52-ാമത്തെ വാക്യത്തിൽ പറയുന്ന പിശാചിൻ്റെ കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഈ കഥ മുമ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ഇസ്രായിൻ്റെയും സൂറത്തുൽ നജ്മിൻ്റെയും ക്ലാസ്സിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറയുന്നത് നുണയാണെന്നും അങ്ങനെ ഒരു കഥയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ചില മുസ്ലിം വിശ്വാസികൾ വന്ന് കമൻ്റ് ഇട്ടു. ആ കമൻറ്റുകൾക്ക് വിശദമായി മറുപടി നൽകിക്കൊണ്ട് പിന്നെ ഞാൻ 2 വീഡിയോകൾ ഖുർആൻ ക്ലാസ്സിന് അനുബന്ധമായിട്ട് ചെയ്യേണ്ടായിരുന്നു 4 വർഷം മുമ്പ്. ആ വീഡിയോൻ്റെ തമ്പനയിലാണ് ഈ കാണുന്നത്. അതിൽ ഞാൻ അന്ന് വിശദമായി ഈ സംഭവങ്ങൾ മൗദൂദിയുടെ തഫ്സീറിൽ നിന്നടക്കം വായിച്ച് കേൾപ്പിച്ചുകൊണ്ടും അതിൻ്റെ ആധികാരികമായ എല്ലാ രേഖകളും വായിച്ച് കേൾപ്പിച്ചുകൊണ്ടും വിശദീകരിച്ചിട്ടുണ്ട്. മൗദൂദി ഉൾപ്പെടെയുള്ള ആധുനിക വ്യാഖ്യാതാക്കൾക്ക് ഈ പിശാച് ആയത്തിറക്കിയ കഥ വിഴുങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവർക്കതങ്ങ് ദഹിക്കാതിരുന്നപ്പോൾ അവർ അതിന് വേറെ ചില മുട്ടുന്യായങ്ങളൊക്കെ ആദ്യം പറഞ്ഞ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല, അത് പിശാചിൻ്റെ വേറെ ചില വേലത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു കണ്ട് ഉരുളുകയാണ്. അങ്ങനെ ഉരുണ്ടതിന് ശേഷം മൗദൂദി ഈ കഥയിലേക്ക് വരുന്നുണ്ട്. മൗദൂദി ഈ കഥ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറയാൻ വേണ്ടി ആ കഥയുടെ വിശദാംശങ്ങളും ആ കഥ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പേജുകൾ എഴുതി തള്ളിയിട്ടുണ്ട്. മൗദൂദിയുടെ ആ വ്യാഖ്യാന വിശദീകരണം വായിച്ചാൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പിടികിട്ടും. അതുകൊണ്ട് ഞാൻ മൗദൂദി എഴുതി വെച്ച ആ കാര്യങ്ങൾ വിശദമായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സന്ദർഭത്തിൻ്റെയും പശ്ചാത്തലത്തിൻ്റെയും വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ സൂക്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്പഷ്ടവും നേർക്കുനേരെയുള്ളതുമായ ആശയം മേൽപ്പറഞ്ഞതത്രേ. ഈ മേൽപ്പറഞ്ഞത് എന്ന് പറയുന്നത് ഞാൻ വായിക്കുന്നില്ല, കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് പിശാച് വേറെന്തൊക്കെയോ വേല ഒപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരും പറയാത്ത കുറേ നുണകളാണ് മൗദൂദി എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് മൗദൂദി ഇതിൻ്റെ യഥാർത്ഥ കഥ മറ്റു രീതിയിലാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയും അതിനെ മൗദൂദി ചില ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിഷേധിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിനി വായിക്കുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, ഒരു നിവേദനം ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഭയങ്കരമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. അത് സൂക്തത്തിൻ്റെ അർത്ഥം മാറ്റിമറിച്ചുവെന്ന് മാത്രമല്ല, മുഴുവൻ ദീനിൻ്റെയും അസ്ഥിവാരത്തെ അപകടപ്പെടുത്തുകയും ചെയ്തു. ഖുർആൻ പഠനത്തിൽ നിവേദനങ്ങളുടെ സഹായം സ്വീകരിക്കുന്നതിലുള്ള ശരിയും തെറ്റുമായ രീതികളുടെ വ്യത്യാസം ഖുർആൻ പഠിതാക്കൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയേണ്ടതിനും നിവേദന പ്രവണതയിലെ അമിതത്വവും അതിഭാവുകത്വവും സൃഷ്ടിച്ച ദുഷ്ഫലങ്ങളും ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്ന നിവേദനങ്ങളെ നിരൂപണം ചെയ്യാനുള്ള ശരിയായ മാർഗവും അറിഞ്ഞിരിക്കേണ്ടതിനും വേണ്ടി നാം അത് ചുവടെ വിവരിക്കുന്നു. ഇപ്പോൾ മൗദൂദി ഈ കഥ പൂർണ്ണമായിട്ടും ഇനി വിവരിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് വിവരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മൗദൂദി ഇവിടെ പറഞ്ഞത്. ഖുർആനെ ഇങ്ങനെ തഫ്സീറുകളിലും അതുപോലെ ചരിത്രത്തിലും ഹദീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദീന് വലിയ അപകടത്തിലാവും. ഈ കാലത്ത് അത് അവിശ്വാസം സൃഷ്ടിക്കാനും വിശ്വാസികളെ മുഴുവൻ വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് തെറ്റിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള കഥകളൊക്കെ തള്ളിക്കളയേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പോലും മൗദൂദി ഇനി ഈ കഥ മുഴുവൻ വിവരിക്കുന്നത്. താഴെ പറയും വിധം ഒരു കഥ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഖുറൈശി കാഫറുകളിൽ നിന്ന് ഇസ്ലാമിനോടുള്ള രോഷം അകറ്റുന്നതും അവരെ ഇസ്ലാമിനോട് അടുപ്പിക്കുന്നതുമായ ഏതാനും കാര്യങ്ങൾ ഖുർആനിൽ അവതരിച്ചെങ്കിൽ എന്ന് നബി ആഗ്രഹിച്ചു. ചുരുങ്ങിയ പക്ഷം അവരെ രോഷാകുലരാക്കുന്ന വിധത്തിൽ അവരുടെ മതത്തെ വിമർശിക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക. ഈ അഭിലാഷം അവിടുത്തെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ ഖുറൈശികളുടെ വൻ സഭയിൽ ഇരിക്കുമ്പോഴാണ് അവിടത്തേക്ക് സൂറത്തുൻ നജ്മ് അവതരിച്ചു കിട്ടിയത്. അവിടുന്ന് അത് പാരായണം ചെയ്തുകൊണ്ടിരുന്നു. പാരായണം അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തുൽ ഉഖ്റ എന്നിടത്തെത്തിയപ്പോൾ ആകസ്മികമായി അവിടുത്തെ ജിഹ്വ ഈ പദങ്ങൾ ഉരുവിട്ടുപോയി. തിൽക്കൽ ഖുറാനീഖുൽ ഉലാ വ ഇന്ന ശഫാഅത്തുഹുന്ന ലിതുർജ. അവ ഉന്നത ദേവതകളാകുന്നു, അവയുടെ ശുപാർശകൾ പ്രതീക്ഷിക്കപ്പെടാവുന്നതു തന്നെ. അപ്പോൾ ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കണ്ടുവോ എന്ന 2 വാക്യങ്ങൾക്ക് ശേഷം അവ ഉന്നത ദേവതകളാകുന്നു, അവയുടെ ശുപാർശകൾ പ്രതീക്ഷിക്കപ്പെടാവുന്നത് തന്നെ എന്ന ആയത്ത് ഇറങ്ങി. അനന്തരം അവിടുന്ന്
സൂറത്തുൻ നജ്മിലെ തുടർന്നുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്തു. എത്രത്തോളം എന്നാൽ സൂറയുടെ അവസാനത്തിൽ അവിടുന്ന് സുജൂദ് ചെയ്തപ്പോൾ മുശ്രിക്കുകളും മുസ്ലിങ്ങളുമെല്ലാം സുജൂദിൽ വീണു. ഖുറൈശികൾ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ മുഹമ്മദും നാമും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? സ്രഷ്ടാവും അന്നദാതാവും അള്ളാഹു തന്നെയാണെന്ന് നാമും പറയുന്നു. നമ്മുടെ ഈ ആരാധ്യർ അവൻ്റെ മുന്നിൽ നമ്മുടെ ശുപാർശകരായിരിക്കുമെന്ന് മാത്രം. സായാഹ്നത്തിൽ ജിബ്രീൽ ആഗതനായി നബിയോട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്തു കളഞ്ഞത്? ഈ 2 വചനങ്ങളും ഞാൻ കൊണ്ടുവന്നതല്ല. ഇതിനാൽ അങ്ങ് രൂക്ഷമായി പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സൂറത്ത് ബനി ഇസ്രായേലിലെ 8-ാം ഖണ്ഡികയിൽ അള്ളാഹു ഈ സൂക്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ മൗദൂദി ഉദ്ധരിച്ചിട്ടുള്ളത് ഈ ആയത്തുകളാണ്. തീർച്ചയായും നാം നിനക്ക് ബോധനം നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ നിന്നെ തെറ്റിച്ചു കളയാൻ ഒരുങ്ങിയിരിക്കുന്നു. നീ നമ്മുടെ മേൽ അതല്ലാത്ത വല്ലതും കെട്ടിച്ചമക്കുവാനാണ്. അപ്പോൾ അവർ നിന്നെ മിത്രമായി സ്വീകരിക്കുക തന്നെ ചെയ്യും. നിന്നെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞു പോകുമായിരുന്നു. എങ്കിൽ ജീവിതത്തിലും ഇരട്ടി ശിക്ഷ, മരണത്തിലും ഇരട്ടി ശിക്ഷ അതായിരിക്കും നാം നിനക്ക് ആസ്വദിപ്പിക്കുന്നത്. പിന്നീട് നമുക്കെതിരിൽ നിനക്ക് സഹായം നൽകാൻ യാതൊരാളെയും നീ കണ്ടെത്തുകയില്ല. ഇങ്ങനെ മുഹമ്മദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള 3 ആയത്തുകൾ പിന്നീട് അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ മൗദൂദി ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. പക്ഷേ മൗദൂദി ഈ എഴുതിയതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. മൗദൂദി പറഞ്ഞത് അവ ഉന്നത ദേവതകളാകുന്നു, അവയുടെ ശുപാർശകൾ പ്രതീക്ഷിക്കപ്പെടാവുന്നത് തന്നെ എന്ന വാക്യം 3 വാക്യങ്ങൾ അവതരിച്ചതിന് ശേഷം അനന്തരം അവിടുന്ന് സൂറത്തുൻ നജ്മിലെ തുടർന്നുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്തു എന്നാണ്. അത് ഒരിക്കലും സത്യമാവാൻ തരമില്ല. കാരണം അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഖുറൈശികൾ അവിടെ സുജൂദ് ചെയ്യാനും മുഹമ്മദിനെ അംഗീകരിക്കാനും തയ്യാറാവുകയില്ല. കാരണം എന്താണ് പിന്നീട് വന്നിട്ടുള്ള 3 വാക്യങ്ങൾ? ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ കണ്ടുവോ? അവ ഉന്നത ദേവതകൾ തന്നെയാണ്, അള്ളാഹുവിങ്കിൽ ശുപാർശ ചെയ്യാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ ഖുർആനിൽ ഉള്ള 3 വാക്യങ്ങൾ കൂടെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുറൈശികൾ അവിടെ മുഹമ്മദിനായിട്ട് ഓടിക്കുക ചെയ്യാം. കാരണം അത് പിന്നീട് ഈ ലാത്തേനെയും ഉസ്സനെയും മനാത്തേനെയും പരിഹസിക്കുന്ന വാക്യങ്ങളാണ് പിന്നെ വരുന്നത്. അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന വാക്യങ്ങളാണ് പിന്നെ വരുന്നത്. ലാത്തേ ഉസ്സയും മനാത്തിയൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചിരുന്ന അവരുടെ വിശ്വാസത്തെ കുത്തി നോവിക്കുന്ന തരത്തിലുള്ള വാക്യങ്ങളാണ് പിന്നെ അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ മുഹമ്മദ് ആ അധ്യായത്തിലെ തുടർന്നുള്ള വാക്യങ്ങളും വായിച്ചു എന്ന് മൗദൂദി എഴുതി വെച്ചത് ശുദ്ധ നുണയാണ്. കാരണം അത് നബി അവിടെ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നബി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സംഭവം ഇങ്ങനെ ആകുമായിരുന്നില്ല. പിന്നെ അവിടെ ഖുറൈശികളെല്ലാവരും കൂടെ മുഹമ്മദിൻ്റെ കൂടെ സുജൂദ് ചെയ്യാനൊന്നും പോവില്ല. മാത്രമല്ല അവിടെ തന്നെ വൈരുദ്ധ്യവും വരും. കാരണം ഈ ലാത്തി ഹുസൈൻ മനാത്തി അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ കഴിവുള്ള ദേവതകൾ തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് 2-3 ആയത്തുകൾ വേറെ വരിക. അതെങ്ങനെ ഉണ്ടാവുക? അപ്പോൾ അവിടെ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ 3 വാക്യങ്ങൾ, ചെയ്ത്താൻ ഇറക്കിയ 3 വാക്യങ്ങൾ മാത്രമേ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി വന്ന വാക്യങ്ങളൊക്കെ പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഈ അബദ്ധം മനസ്സിലായതിന് ശേഷം ഇത് പിശാചിൻ്റെ ആയത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം വെട്ടിത്തിരുത്തി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെ ലാത്തേനെയും ഹുസൈനെയും മനാത്തേനെയും ഒക്കെ ചീത്ത പറഞ്ഞുകൊണ്ടും ഖുറൈശികളെ മൊത്തം അപഹസിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇതിനകത്ത് പിന്നെ എഴുതി ചേർത്തതാണ്. അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ അബദ്ധം മുഹമ്മദിനും അള്ളാഹുവിനും പറ്റിയത്. ഈ ചെകുത്താൻ ഇറക്കിയ 3 ആയത്തുകളിൽ നിന്ന് 2 ആയത്തുകളെ അള്ളാഹു ഏറ്റെടുത്തിട്ട് അതിന് തുടർച്ച വേറെ എഴുതാൻ പോയതാണ് ഈ അബദ്ധങ്ങൾക്ക് മുഴുവൻ കാരണമായത്. നേരെ മറിച്ച് ചെയ്ത്താൻ ഇറക്കിയ 3 ആയത്ത് കൊണ്ട് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ സംഭവം തന്നെ പിന്നീട് അതിനെ ന്യായീകരിക്കുന്ന ആയത്തുകൾ ഇറക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ഈ കഥയും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുമായിരുന്നില്ല. അവിടെ ആ ഇറങ്ങിയ ആയത്തിൽ 3 എണ്ണത്തിൽ 2 എണ്ണം നിലനിർത്തി 1 മാത്രം തിരുത്തിയത് കൊണ്ടാണ് ഈ മണ്ടത്തരം മുഴുവൻ സംഭവിച്ചത്. ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ കണ്ടുവോ? അവ ഉന്നത ദേവതകൾ തന്നെയാണ് എന്നും പറഞ്ഞ് 3 ആയത്തുകൾ പിശാച് ഇറക്കിപ്പോയെങ്കിൽ അതിൽ നിന്ന് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ കണ്ടുവോ എന്ന ആ വാക്യം അവിടെ നിലനിർത്തിയിട്ട് നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളും ഞമ്മക്ക് പെൺകുട്ടികളുമോ എന്നും പറഞ്ഞിട്ട് അവരെ ചീത്ത പറയുന്ന വാക്യം ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്, ഈ ചെകുത്താൻ ഇറക്കിയ 3 വാക്യത്തിൽ 2 വാക്യങ്ങൾ നിലനിർത്തിയത് കൊണ്ടാണ് ഈ കഥ മൊത്തം അബദ്ധമായി മാറിയത്. അപ്പോൾ മുഹമ്മദിൻ്റെ ചിന്താശൂന്യത കൊണ്ട്, ബുദ്ധിശൂന്യത കൊണ്ട് സംഭവിച്ചതാണ് ഈ അബദ്ധം. എന്നിട്ട് ഇത് വായിക്കുന്നത് നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി തനി മണ്ടത്തരം എഴുതി വെച്ചിരിക്കുകയാണ് മൗദൂദിയുടെ. ഈ 5 വാക്യങ്ങളും പിന്നീട് നബി വായിച്ചു എന്ന് അവിടെ ഖുറൈശികളുടെ മുമ്പിൽ.
അതെങ്ങനെ വായിക്കുക, അതെങ്ങനെ വായിക്കാൻ പറ്റുക? ആ 5 വാക്യങ്ങൾ കൂടെ എങ്ങനെ ചേരുക? ചെയ്ത്താൻ്റെ ആയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ചേർച്ച ഉണ്ടാവില്ലല്ലോ. അവിടെ പിന്നെ അപ്പം തന്നെ തിരിച്ചറിയില്ലേ അത് ചെയ്ത്താൻ്റെ ആയത്താണ് എന്നുള്ളത്? അതല്ലെങ്കിൽ അതും ഇതും തമ്മിൽ മാച്ചില്ല എന്നുള്ളത് അപ്പോഴേ തിരിച്ചറിയില്ലേ? ലാത്തേനെയും ഹുസൈനെയും മനാത്തിനെയും പുകഴ്ത്തിക്കൊണ്ട് ഉള്ള ഒരായത്ത് പരമ്പരയിൽ ഒരായത്തിൽ മാത്രം പുകഴ്ത്തുകയും ബാക്കിയുള്ള ആയത്തുകളിൽ തെറി പറയുകയും ചെയ്താൽ എങ്ങനെയാണ് അത് രണ്ടും കൂടെ യോജിക്കുക? എങ്ങനെയാണ് അതെല്ലാം കൂടെ ഖുറൈശികൾക്ക് ബോധ്യപ്പെട്ടിട്ട് ഖുറൈശികൾ സുജൂദ് ചെയ്യുക? അവരെ ദൈവങ്ങളെ ചീത്ത പറഞ്ഞാൽ അവർ സുജൂദ് ചെയ്യുമോ? എന്ത് മണ്ടത്തിലാണ് അപ്പോൾ മൗദൂദി ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്? അവിടെ ഈ 3 ആയത്തുകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആയത്തുകളൊക്കെ പിന്നീട് ഇറങ്ങിയതാണ്. ഇത് വെട്ടിത്തിരുത്തിയതിന് ശേഷം, ഇത് ചെയ്ത്താൻ്റെ ആണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് എഴുതി ചേർത്തതാണത്. അത് എഴുതി ചേർക്കുമ്പോൾ ആ ചെയ്ത്താൻ ഇറക്കിയ 2 എണ്ണം അവിടെ നിർത്തിയിട്ട് ബാക്കി അത് പൂരിപ്പിക്കാൻ പോയി അള്ളാഹു. അതാണ് പറ്റിയ അബദ്ധം. ചെയ്ത്താൻ ഇറക്കിയ 2 ആയത്തിന് അള്ളാഹുവിൻ്റെ വക ഒരു പൂരിപ്പിക്കൽ അവതരിപ്പിച്ചതാണ് കുഴപ്പങ്ങൾക്ക് കാരണമായത്. ആ മണ്ടത്തരത്തെയാണ് ഇവിടെ വെളുപ്പിക്കാൻ നോക്കി സ്വയം വിഡ്ഢിയാവുന്നത് മൗദൂദി. ഇനി ആ മൗദൂദിയുടെ തുടർന്ന് വായിക്കാം. ഈ സംഗതി നബിയെ വല്ലാതെ ദുഃഖാകുലനാക്കി സൂറത്ത് അൽ ഹജ്ജിലെ ഈ സൂക്തം അവതരിക്കുകയും അതിൽ അദ്ദേഹത്തിന് മുമ്പുള്ള പ്രവാചകന്മാർക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നബിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് വരെ നബിയുടെ ആകുലത നിലനിന്നു. അപ്പോൾ നബിയുടെ ആകുലത 10 കൊല്ലം നിലനിന്നു. ഈ സൂറത്ത് ഹജ്ജ് ഇറങ്ങുന്നത് എപ്പോഴാണ്? ഹുദൈബിയ സന്ധിയുടെ സമയത്താണ്. ഹിജ്റ 6-ാം വർഷമോ 7-ാം വർഷമോ ആണ് ഈ ആയത്തിറങ്ങുന്നത്, ഈ സൂറത്തിറങ്ങുന്നത്. ആ സൂറത്തിലാണ് ഇപ്പോൾ നമ്മൾ വായിച്ച സാധനം വരുന്നത്. പണ്ടേ പതിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നബിയെ ആശ്വസിപ്പിക്കുന്നത്. എന്നാൽ സൂറത്തു നജ്മ് ഇറങ്ങുന്നത് എപ്പോഴാണ്? മക്കയിലെ നുബുവത്തിന് ശേഷം 4-ാമത്തെയോ 5-ാമത്തെയോ വർഷമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? 15ഓളം വർഷത്തെ വ്യത്യാസമുണ്ട് ഈ 2 സൂറത്തുകളും ഇറങ്ങിയ സമയം തമ്മിൽ. ഈ 15 വർഷത്തോളം അവിടെ ലാത്തേനെയും ഹുസൈനെയും മുഹമ്മദ് ആരാധിച്ചിരുന്നോ? ലാത്തേനെയും ഹുസൈനെയും അള്ളാഹിനെയും ഒക്കെ കൂടെ എല്ലാവരും കൂടെ ആരാധിച്ചിരുന്നോ? ഖുറൈശികളും മുഹമ്മദൊക്കെ ഈ 10-15 കൊല്ലം ഒരുമിച്ചാണോ അവിടെ ജീവിച്ചത്? മുഹമ്മദ് ഈ വ്യാകുലതയും കൊണ്ട് ഇത്രയും കാലം നടന്നിരുന്നോ? ഇതൊക്കെ സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഈ ആയത്ത് മക്കയിൽ നേരത്തെ ഇറങ്ങിയ ആയത്ത് ഈ മദീന സൂറത്തിൽ കൊണ്ടുവന്ന് തിരികെ. അങ്ങനെ ഒരു മണ്ടത്തരം ഖുർആൻ ഉണ്ടാക്കിയ ആളുകൾക്ക് പറ്റി. അതല്ലെങ്കിൽ ഇത് മൊത്തം വിശ്വസിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ദുരൂഹത നിറഞ്ഞ കഥയായിട്ട് അവശേഷിക്കും. നബിയുടെ ആകുലത ഈ സമാശ്വാസന വാചകം വരുന്നത് വരെ നിലനിന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഖുർആൻ പാരായണം ശ്രവിച്ച് നബിയോടൊപ്പം ഖുറൈശികളും സാഷ്ടാംഗം പ്രണമിച്ച സംഭവം അബിസീനിയയിലെ മുഹാജിറുകൾക്ക് ലഭിച്ചത് തിരുമേനി മക്കാ കാഫറുകളും തമ്മിൽ സന്ധി ഉണ്ടായിരിക്കുന്നു എന്ന വർണ്ണത്തിലാണ്. അതിനാൽ ധാരാളം മുഹാജിറുകൾ മക്കയിലേക്ക് മടങ്ങിപ്പോന്നു. ഇവിടെ എത്തിയ ശേഷമാണ് സന്ധി വാർത്ത തെറ്റായിരുന്നുവെന്നും ഇസ്ലാമും കുഫറും തമ്മിലുള്ള ശത്രുത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും അവർക്ക് മനസ്സിലായത്. ഇനി ഇവിടെ ജലാലൈനിയിലും വാഹിദിയിലും ഒക്കെ പറയുന്നത് പോലെ രാവിലെ ജിബ്രീൽ ആയത്ത് കൊണ്ടുവന്ന സമയത്താണ് ചെയ്ത്താൻ ആയത്തിറക്കിയത്. എന്നിട്ട് വൈകുന്നേരം ജിബ്രീൽ വന്നിട്ട് ആ ആയത്ത് തിരുത്തിയെങ്കിൽ ഈ ഏതാനും മണിക്കൂറുകളുടെ മാത്രം സമയത്തിൽ മാത്രമാണ് ഈ ചെയ്ത്താൻ്റെ ഭരണം ഇസ്ലാമിലുണ്ടായത് എങ്കിൽ അതെങ്ങനെയാണ് മാസങ്ങൾ യാത്ര ചെയ്ത് എത്താവുന്ന ദൂരത്തുള്ള അബിസീനിയയിലൊക്കെ ആ വാർത്ത എത്തുകയും അബിസീനിയക്കാർ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത്? ഒരു ദിവസം രാവിലെ ഒരു ആയത്തിറക്കി വൈകുന്നേരം അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് സംഭവിച്ച സംഭവം എങ്ങനെയാണ് അബിസീനിയയിലെത്തുന്നത് വാർത്ത? അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, നടന്നു പോയിട്ടെത്തണ്ടേ? പരമാവധി കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കപ്പലിൽ കയറിയിട്ടൊക്കെ പോയിട്ട് വേണം വാർത്ത അവിടെ എത്താൻ. എന്നിട്ട് ആ വാർത്ത അവിടെ എത്തിയിട്ട് അവർ തിരിച്ചു വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം ഒന്നല്ല നിലനിന്നിട്ടുള്ളതെന്ന് ഉറപ്പാണ്. ഈ സംഭവത്തിന് തന്നെ കുറേ കാലം, ചുരുങ്ങിയത് കുറേ മാസങ്ങളോളമെങ്കിലും ഈ അവസ്ഥ അവിടെ നിലനിന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ 5 ആയത്തുകൾ ഇറങ്ങിയിട്ടില്ല. ചെയ്ത്താൻ്റെ 3 ആയത്ത് നിലനിന്നിട്ടുണ്ട്. വെട്ടിത്തിരുത്തിയിട്ട് ബാക്കി 4 ആയത്തുകൾ വരുന്നത് പിന്നെയും മാസങ്ങൾക്ക് ശേഷമാണ് എന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഈ കഥ ഇബ്നു ജരീറിൽ നിന്ന് ഉദ്ധരിച്ച ശേഷം ഖുർആൻ വ്യാഖ്യാതാക്കൾ തങ്ങളുടെ തഫ്സീറുകളിലും ഇനി ഈ കഥ ആരൊക്കെയാണ് ഇസ്ലാമിൻ്റെ ആധികാരിക രേഖയിലും പ്രമാണങ്ങളിലും ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൗദൂദി ഇതിനെ വലിയ പണ്ഡിതനായി ചമഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത് എന്ന് നോക്കുക.
ഇസ്ലാമിൻ്റെ ആധികാരികമായ എല്ലാ പ്രമാണങ്ങളെയും മൗദൂദി ഇവിടെ തള്ളുകയാണ്. എന്തിനു വേണ്ടി? മൗദൂദിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മൗദൂദി ഇസ്ലാമിലെ എല്ലാ പ്രമാണങ്ങളെയും തള്ളുകയാണ്. നോക്കൂ, ഈ കഥ ഇബ്നു ജരീറിൽ നിന്ന് ഉദ്ധരിച്ച് അനേകം ഖുർആൻ വ്യാഖ്യാതാക്കൾ തങ്ങളുടെ തഫ്സീറുകളിലും, ഇബ്നു സഅദ് തൻ്റെ തബക്കാത്തിലും, അൽ വാഹിദി തൻ്റെ അസ്ബാബുൻ നുസൂലിലും, മൂസബിന് ഉഖ്ബ മഗാസിയിലും, ഇബ്നു ഇസാഖ് തൻ്റെ സീറയിലും, ഇബ്നു അബി ഹാത്തിം, ഇബ്നുൽ മുൻദിർ, ബസ്സാർ, ഇബ്നു മർദവൈഹി, തബ്റാനി മുതലായവർ തങ്ങളുടെ ഹദീസ് സമാഹാരങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചില്ലറ പ്രമാണമൊന്നുമല്ല, ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രേഖപ്പെടുത്തിയത്? അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു ഈ മണ്ടത്തരം അവിടെ പറയുക മാത്രമല്ല, അതിനെ ന്യായീകരിക്കാൻ വേറെ 2 സൂറത്തുകളിൽ വേറെയും മണ്ടത്തരങ്ങളും ഇതിനനുബന്ധമായി പറഞ്ഞതുകൊണ്ട് ഇത് മറച്ചു വെക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് എല്ലാ പണ്ഡിതന്മാർക്കും, എല്ലാ ചരിത്രകാരന്മാർക്കും, എല്ലാ മുഹദ്ദിസുകൾക്കും, മുഫസ്സിറുകൾക്കും ഇത് ഉദ്ധരിക്കേണ്ടി വന്നത്. ഇവിടെ മൗദൂദി സ്വയം വിഡ്ഢിവേഷം കെട്ടി നമ്മളെ പൊട്ടനാക്കുകയാണ് ചെയ്യുന്നത്. മുഹമ്മദ് ബിൻ ഖൈസ്, മുഹമ്മദ് ബിൻ കഅബ് ബിൻ ഖുറലി, ഉർവത്ത് ബിൻ സുബൈർ, അബു സാലിഹ്, അബുൽ ആലിയ, സഈദ് ബിൻ ജുബൈർ, ലഹാക്ക്, അബൂബക്കർ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ്, ഖതാദ, മുജാഹിദ്, സുദ്ദി, ഇബ്നു ഷിഹാബ്, സുഹ്രി എന്നിവരിലൂടെ ഇബ്നു അബ്ബാസിലാണ് ഈ റിപ്പോർട്ടിൻ്റെ നിവേദന പരമ്പര അവസാനിക്കുന്നത്. അപ്പോൾ സനദില്ലാത്ത, പരമ്പരയില്ലാത്ത റിപ്പോർട്ടല്ല, വളരെ ആധികാരികതയുള്ള കൃത്യമായ സനദുള്ള റിപ്പോർട്ടാണ്. ഇബ്നു അബ്ബാസ് ഒഴിച്ച് മറ്റൊരു സഹാബിയും ഇതിലില്ല. ഈ അവസാനം ഇബ്നു അബ്ബാസ് ഉള്ളൂ. അതെല്ലാം അങ്ങനെ തന്നെയാണ്. അവസാനം ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലാതെ അവസാനം എങ്ങനെയാണ് 10 ആളുണ്ടാവുക? ആ അവസാനത്തെ ആളിലേക്ക് എത്തുന്ന പരമ്പര ഒന്നല്ല, ഇവിടെ അനേകം പരമ്പര അങ്ങോട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതാർക്കും തള്ളിക്കളയാൻ പറ്റാത്തത്ര ആധികാരികതയുള്ളതായിട്ട് മാറിയത്. കഥയുടെ വിശദാംശങ്ങളിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ അവഗണിക്കുക. വലിയ വ്യത്യാസങ്ങൾ തന്നെ 2 എണ്ണമുണ്ട്. അവയിൽ ഒന്നിതാണ്: വിഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് നബി കൂട്ടിച്ചേർത്ത വചനങ്ങൾ എല്ലാ നിവേദനങ്ങളിലും അല്പസ്വല്പം വ്യത്യാസമായിട്ടാണ് കാണുന്നത്. അവയെ സമാഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വ്യത്യസ്ത പദങ്ങളുള്ള 15 ഉദ്ധരണികൾ കാണാം. മറ്റൊരു വലിയ വ്യത്യാസം ഇതാണ്: പ്രകൃത വചനങ്ങൾ വഹിയിൻ്റെ അവതരണ വേളയിൽ പിശാച് കടത്തിക്കൂട്ടിയതാണെന്നും അത് ജിബ്രീൽ കൊണ്ടുവന്നതാണെന്ന് നബി ധരിച്ചു പോവുകയാണുണ്ടായതെന്നും ചില നിവേദനങ്ങളിൽ പറയുന്നു. അവ തിരുമേനിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തിൻ്റെ സ്വാധീന ഫലമായി ബോധപൂർവമല്ലാതെ അവിടുത്തെ നാവിൽ നിന്ന് വന്നു പോയതാണ് എന്നത്രയും മറ്റു റിപ്പോർട്ടുകൾ പറയുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിലുള്ളത് ആ സമയത്ത് തിരുമേനിക്ക് നിദ്രാമയക്കമുണ്ടാവുകയും അങ്ങനെ അവിടുന്ന് ആ വചനങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തു എന്നാണ്. അവിടുന്ന് അത് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണെന്നും പക്ഷേ നിഷേധാർത്ഥത്തിലുള്ള ചോദ്യരൂപത്തിലായിരുന്നു അതെന്നും വിവരിക്കുന്ന ചില നിവേദനങ്ങളുമുണ്ട്. പിശാച് അവിടുത്തെ സ്വരത്തിൽ ആ വചനങ്ങൾ പറയുകയും ശ്രോതാക്കൾ അത് നബി തന്നെ പറഞ്ഞതായി മനസ്സിലാക്കുകയുമാണ് ഉണ്ടായതെന്നുമാണ് വേറെ ചിലർ പറയുന്നത്. മറ്റു ചിലരുടെ വീക്ഷണത്തിൽ ആ വചനങ്ങൾ ഉദ്ധരിച്ചത് മുശ്രിക്കുകളിൽപ്പെട്ട ഏതോ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ മൗദൂദി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നിവേദനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അതിലെ ആയത്ത് തന്നെ പലരും പല രീതിയിലാണ്, കുറച്ച് വ്യത്യാസങ്ങളോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് ഒരു ന്യായം. മറ്റൊരു ന്യായം, ഇതിൻ്റെ സന്ദർഭം പലരും പല രീതിയിലാണ് വിവരിച്ചിട്ടുള്ളത്, അതുകൊണ്ടും ഇത് സ്വീകരിക്കാൻ പറ്റൂല. എന്നുവെച്ചാൽ സന്ദർഭം വിവരിക്കുന്ന കാര്യത്തിലും ഈ ആയത്ത് ഉദ്ധരിച്ചിടത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന കാരണം കൊണ്ട് ഈ കഥ മൊത്തം തള്ളിക്കളയണം എന്ന ന്യായമാണ് മൗദൂദി ഇവിടെ ഉന്നയിക്കുന്നത്. മൗദൂദി ആ പറഞ്ഞത് ന്യായമാണെങ്കിൽ ഖുർആനിലെ ഒരായത്തും അംഗീകരിക്കാൻ പറ്റില്ല, ഇസ്ലാമിലെ ഒരു ഹദീസും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇതേപോലെ തന്നെയാണ് എല്ലാ ആയത്തുകളുടെയും എല്ലാ ഹദീസുകളുടെയും എല്ലാ വ്യാഖ്യാനങ്ങളുടെയും അവസ്ഥ. ഖുർആനിലെ ഒരായത്ത് തന്നെ പല രൂപത്തിലാണ് ഓതപ്പെടുന്നത്. ഇന്ന് 100 കണക്കിന് വ്യത്യസ്തമായ ഖുർആനുകൾ ലോകത്തുണ്ട്. അതിൻ്റെ എല്ലാം ഓത്തും പാരായണവും അതിനകത്തുള്ള അക്ഷരങ്ങളും വാക്കുകളും വാക്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ആശയം അർത്ഥം മാറുന്ന തരത്തിൽ വ്യത്യാസമുള്ള അനേകം ഖുർആനുകളുണ്ടെന്ന് ലോകത്ത്. മൗദൂദി പറഞ്ഞ ന്യായം അനുസരിച്ച് ഖുർആൻ ഇന്ന് മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി ഓരോ ഖുർആൻ വാക്യങ്ങളും അവതരിച്ച സന്ദർഭം വിവരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? അസ്ബാബുൻ നുസൂൽ എന്ന് പറയുന്ന വാഹിദിയുടെ തഫ്സീറിൽ തന്നെ ഒരായത്തിന് 1-ലധികം സന്ദർഭങ്ങൾ, വളരെ വ്യത്യസ്തവും വിരുദ്ധവുമായ സന്ദർഭങ്ങൾ വിവരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു ആയത്ത് തന്നെ പല സന്ദർഭങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭ വിവരണവും ഈ ആയത്തും എങ്ങനെയാണ് വിശ്വസിക്കുക? ഇനി ഹദീസുകളുടെ കാര്യം, ഒരു ഹദീസ്, ഒരു സംഭവം തന്നെ, ഒരു ഹദീസ് തന്നെ എത്ര വ്യത്യസ്തമായ രൂപത്തിലാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം മൗദൂദി പറഞ്ഞ ഈ ന്യായം അനുസരിച്ചാണ് ഇസ്ലാമിൽ ഒരു പ്രമാണവും സ്വീകരിക്കാൻ പറ്റില്ല, ഖുർആൻ അടക്കം തള്ളേണ്ടി വരും. കാരണം ഈ പറഞ്ഞ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഇല്ലാതെ ഒരു പ്രമാണവും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മൗദൂദി ആളെ പറ്റിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാന കസർത്താണ് ഇവിടെ നടത്തുന്നത്. മൗദൂദിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് മൗദൂദി ഓരോരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇതിനെ നിഷേധിക്കാൻ ന്യായം ചമയ്ക്കുകയാണ്. ഇനി നോക്കൂ, ഇബ്നു കസീർ, ബൈഹക്കി, ഖാസി ഇയാസ്, ഇബ്നു ഖുസൈമ, അബൂബക്കർ ഇബ്നു അറബി, ഇമാം റാസി, ഖുർത്തുബി, ബദറുദ്ദീൻ ഐനി, ഷൗക്കാനി, ആലൂസി തുടങ്ങിയ നിരവധി മഹാന്മാർ ഈ കഥ അപ്പടി തെറ്റാണെന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു കസീർ പ്രസ്താവിക്കുന്നു, ഈ റിപ്പോർട്ട് ഏതെല്ലാം നിവാദന പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ അവയെല്ലാം സഹാബത്തിലേക്ക് എത്താതെ താബിയിൽ അവസാനിക്കുന്നതും ഇടക്ക് കണ്ണികൾ വിട്ടുപോയതുമാണ്. കണ്ണികൾ വിട്ടുപോകാത്ത കുറ്റമറ്റ ഒരു ശ്രേണിയും എനിക്ക് ലഭിച്ചിട്ടില്ല. ഇനി മൗദൂദിക്ക് ന്യായീകരിക്കാൻ വേണ്ടി മൗദൂദി കുറച്ച് ആൾക്കാരെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഈ കഥ ശരിയല്ല എന്നും ഇതിന് സനത് മുറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസിയെയൊക്കെ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇമാം റാസിയുടെ കഥ നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി മൗദൂദിയെപ്പോലെ തന്നെ ഖുർആനിലെ പല കാര്യങ്ങളും സ്വയം വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് പരിഹസിച്ച് വിട്ട ആളാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ട തരത്തിലാണ് റാസി ഖുർആൻ്റെ തഫ്സീർ എഴുതിയിട്ടുള്ളത്. ആ റാസിയെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ മൗദൂദി ഇതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നത്. ബൈഹക്കി പറയുന്നു, നിവേദന വ്യവസ്ഥ പ്രകാരം ഈ കഥ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതേക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇബ്നു ഖുസൈമ പറഞ്ഞു, നിർമ്മതവാദികളുടെ സൃഷ്ടിയാണിത്. ഖാസി ഇയാസ് പറയുന്നു, സഹീഹുകൾ ക്രോഡീകരിച്ചവരിൽ ആരും ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്നതിൽ നിന്നും പ്രബലരായ നിവേദകന്മാരോട് കൂടിയ അന്യൂനവും കണ്ണികൾ വിട്ടുപോകാത്തതുമായ നിവേദന ശൃംഖലയിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നതിൽ നിന്നും ഈ കഥയിലെ ബാലിശത വ്യക്തമാകുന്നുണ്ട്. ഇമാം റാസി, ഖാസി, അബൂബക്കർ, ആലൂസി തുടങ്ങിയവർ ഈ കഥ വിശദമായി ചർച്ച ചെയ്യുകയും അനിഷേധ്യമായ വിവിധ ന്യായങ്ങൾ ഉന്നയിച്ച് ശക്തിയായി ഖണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് ഇമാം ഹാഫിസ് ഇബ്നു ഹജറിനെ പോലെയുള്ള പ്രഗത്ഭരായ മുഹദ്ദിസുകളും അബൂബക്കർ ജസ്വാസിനെ പോലുള്ള പ്രശസ്തരായ കർമ്മശാസ്ത്ര പടുക്കളും സമക്സരിയെ പോലുള്ള ദിഷണാശാലികളായ മുഫസ്സിറുകളും ഇബ്നു ജറീറിനെ പോലുള്ള തഫ്സീറിൻ്റെ ഫിഖ്ഹിൻ്റെയും ചരിത്രത്തിൻ്റെയും ആചാര്യന്മാരും ഈ കഥ വിശ്വസിക്കുകയും തങ്ങളുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ പ്രകൃത സൂക്തത്തെ തദനുസാരം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിരീശ്വരവാദികൾ ഉണ്ടാക്കിയ കഥയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആരൊക്കെയാണ് ഈ നിരീശ്വരവാദികൾ എന്നാണ് ഇപ്പോൾ ഈ വിശദീകരിച്ചത്. അപ്പോൾ ഈ പറയുന്നതിലൊക്കെ തന്നെയുള്ള വൈരുദ്ധ്യങ്ങൾ നോക്കൂ. ഇബ്നു ഹജറിൻ്റെ ഹദീസ് സംബന്ധമായ തെളിവ് ഇതത്രേ. ഈ നിവേദനം വന്നിട്ടുള്ള നിവേദന ശൃംഖലകളിൽ സയ്യിദ് ബിൻ ജുബൈറിൻ്റെ ശൃംഖലയൊഴിച്ചുള്ളതെല്ലാം ഒന്നുകിൽ ദുർബലങ്ങളോ അല്ലെങ്കിൽ കണ്ണികൾ വിട്ടുപോയതോ ആകുന്നു. എങ്കിലും നിവേദന സരണികളുടെ ആധിക്യം ഈ റിപ്പോർട്ടിന് തീർച്ചയായും ഒരടിസ്ഥാനമുണ്ടെന്നാണ് കുറിക്കുന്നത്. അപ്പോൾ നിവേദന സരണികളുടെ ആധിക്യം തന്നെ ഇതിൻ്റെ ആധികാരികതയെ ഉറപ്പിക്കുന്നു എന്ന കാരണത്താലാണ് ഇബ്നു ഹജറിനെ പോലെയുള്ള ആളുകൾ ഇത് അംഗീകരിക്കുന്നത്. അപ്പോൾ പരമ്പര ഒരു വഴിക്കൊന്നല്ല, ഒരുപാട് വഴിക്ക് പോയിട്ടും ഈ പരമ്പര ഇബ്നു അബ്ബാസിലൊക്കെ പോയി മുട്ടുന്നുണ്ട് എന്നർത്ഥം. കൂടാതെ ബസ്സാർ ഉദ്ധരിക്കുന്ന ഒരു സരണിയിലൂടെ യൂസുഫ് ബിൻ ഹമ്മാദ് ഉമയ്യ ബിൻ ഖാലിദിൽ നിന്നും അദ്ദേഹം ഷുബയിൽ നിന്നും, ഷുബ അബു ബിസ്രയിൽ നിന്നും അദ്ദേഹം സഈദ് ബിൻ ഉബൈറിൽ നിന്നും അദ്ദേഹം ഇബ്നു അബ്ബാസിൽ നിന്നും ഉദ്ധരിക്കുന്ന നിവേദന പരമ്പരയാണ് ഉദ്ദേശ്യം. കണ്ണികൾ വിട്ടുപോകാത്ത സാധുവായ നിവേദനമായും വന്നിട്ടുണ്ട്. രണ്ടു സരണികളിലൂടെ മുർസൽ താബിഈൻ അവസാനിക്കുന്ന നിവേദന പരമ്പര ആയിട്ടാണെങ്കിലും ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും നിവേദന വ്യവസ്ഥക്കിണങ്ങുന്ന നിവേദകന്മാർ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് നിവേദനങ്ങളും തബരി ഉദ്ധരിച്ചിട്ടുണ്ട്. യൂനുസ് ബിൻ യസീദ് ഇബ്നു ഷിഹാബിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് ഒരു സരണി. രണ്ടാമത്തെ സരണി
മുഅ്തമിർ ബിന് സുലൈമാനും ഹമ്മാദ് ബിന് സലമയും ദാവൂദ് ബിന് അബി ഹിന്ദിയിൽ നിന്നും അദ്ദേഹം അബുൽ ആലിയായിൽ നിന്നും ഉദ്ധരിക്കുന്നതാണ്. ഈ കഥയുമായി യോജിച്ചവർ അത് സാധുവാണെന്ന് സമ്മതിക്കുക മാത്രം ചെയ്തു. പക്ഷേ ഇതിനോട് വിയോജിച്ചവരും ഇതിനെ വേണ്ടവണ്ണം നിരൂപണ വിധേയമാക്കുക എന്ന ഉത്തരവാദിത്തം നിറവേറ്റുക ഉണ്ടായില്ല. ഇനി മൗദൂദി പറയുന്ന ന്യായങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മൗദൂദി ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിട്ട് ഇത് ഇസ്ലാം ദീനിന് വലിയ അപകടം ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിട്ട് ഇവരാരും ഇത് ഒഴിവാക്കിയില്ല എന്ന പരാതിയാണ് മൗദൂദി പറയാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ വീക്ഷണത്തിൽ ഇതിൻ്റെ നിവേദക സരണി പ്രബലമായിട്ടില്ല എന്ന അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം തള്ളിക്കളഞ്ഞത്. നിവേദക സരണി പ്രബലമായിരുന്നുവെങ്കിൽ അവരൊക്കെ ഈ കഥയെ അംഗീകരിക്കുമായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ കഥ ശരിയാവുകയാണെങ്കിൽ ഇനി മൗദൂദി എഴുതിയ വാചകം നല്ല പോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി മൗദൂദി എഴുതുന്ന ഈ വാചകം നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കഥ ശരിയാവുകയാണെങ്കിൽ മുഴുവൻ ദീനും ആശയക്കുഴപ്പത്തിലാകുമെന്നും ദീനിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സന്ദേഹങ്ങൾ ഉയരുമെന്നുമുള്ള അടിസ്ഥാനത്തിലാണ് മറ്റൊരു വിഭാഗം ഇതിനെ തിരസ്കരിച്ചത്. അപ്പോൾ ഈ കഥ ശരിയാണ് എന്ന് വന്നാൽ ഇസ്ലാം ദീനിൻ്റെ അടിത്തറ തകരും എന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പലരും ഇതിനെ നിരാകരിക്കാൻ ശ്രമിച്ചത്. അതല്ലാതെ സനദില്ലാത്തതുകൊണ്ടും ആധികാരികത ഇല്ലാത്തതുകൊണ്ടും തെളിവില്ലാത്തതുകൊണ്ടും അല്ല എന്നാണ് മൗദൂദി എന്നെ പറയുന്നത്. മൗദൂദിയും അതേ കാരണം കൊണ്ടാണ് ഇതിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നത്. എവിടെയൊക്കെയാണ് പൈശാചിക ദുർബോധനങ്ങളും സ്വാഭിപ്രായങ്ങളും കടന്നുകൂടിയിട്ടുള്ളത് എന്നറിയാൻ സാധിക്കുകയില്ല. ഈ ന്യായം സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തമാണ്. പക്ഷേ നേരത്തെ തന്നെ സംശയാലുക്കളാവുകയും കാര്യങ്ങൾ സൂക്ഷ്മമായി അപഗ്രഥിച്ച ശേഷം വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദീനിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംഗതികളെല്ലാം തള്ളിക്കളയണമെന്ന വികാരമൊന്നും അവരിലുണ്ടാവുകയില്ല. മതം ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ വിശ്വസിക്കാം എന്ന് കരുതുന്ന നമ്മളെപ്പോലെയുള്ള സ്വതന്ത്ര ചിന്തകരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഈ മതം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനേ ഇത് ഉപകരിക്കുകയുള്ളൂ എന്നാണ് മൗദൂദിയുടെ പരിദേവനം. അവർ പറയുക ഇങ്ങനെയായിരിക്കും: കുറഞ്ഞത് ഒരു പ്രമുഖ സഹാബിയിലൂടെയും ധാരാളം താബികളിലൂടെയും നിരവധി പ്രഗത്ഭ ഹദീസ് നിവേദകന്മാരിലൂടെയും സ്ഥിരപ്പെട്ട ഒരു സംഭവത്തെ അത് ദീനിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനിടയാകുമെന്ന അടിസ്ഥാനത്തിൽ മാത്രം എങ്ങനെ തള്ളിക്കളയാം? മറിച്ച് താങ്കളുടെ ദീൻ സംശയാസ്പദമാണെന്ന് എന്തുകൊണ്ട് കരുതിക്കൂടാ? ഈ സംഭവം അതല്ലേ തെളിയിക്കുന്നത്? അപ്പോൾ യുക്തിവാദികൾ ഇങ്ങനെ ചോദിക്കുമെന്നാണ് മൗദൂദി ഇവിടെ ബേജാറായിട്ട് പരാതിപ്പെടുന്നത്. ഈ മാതിരി സംഭവങ്ങളൊക്കെ ഇത്രയേറെ മുഫസ്സിറുകളും ഇത്രയേറെ മുഹദ്ദിസുകളും ഇത്രയേറെ ചരിത്രകാരന്മാരും ആധികാരികമായ സനദുള്ള രേഖകളിലൂടെ നമുക്ക് പകർന്നു തരുമ്പോൾ അത് ദീനിന് കുഴപ്പമുണ്ടാക്കുന്ന ഒരു കഥയാണ് എന്നതുകൊണ്ട് മാത്രം എങ്ങനെയാ തള്ളിക്കളയുക എന്ന് നമ്മളെപ്പോലുള്ളവർ ഇവരോട് ചോദിക്കും എന്നാണ് മൗദൂദി ഇതിൻ്റെ അപകടമായിട്ട് കാണുന്നത്. അപ്പോൾ മൗദൂദിയുടെ പ്രശ്നവും അത് തന്നെയാണ്. ഈ കഥ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായ ചാഞ്ചാട്ടമനുസരിച്ച് മുഹമ്മദ് മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതാണ് ഖുർആനായത്തുകളായിട്ടും ചെയ്ത്താനായത്തുകളായിട്ടും വന്നത് എന്ന് നമ്മളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വിവരിക്കുന്ന അതേ കാര്യം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ബോധ്യപ്പെടും. അങ്ങനെ വന്നാൽ ഇസ്ലാമിൻ്റെ അടിത്തറ തകരും. ഈ ദീനിൽ പിന്നെ മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മൗദൂദി കിടന്ന് തലകുത്തി മറിഞ്ഞ് ഉരുളുന്നത്. മൗദൂദിയെപ്പോലെ ചിന്തിച്ച, റാസിയെപ്പോലെ ചിന്തിച്ച ആളുകളും ഇതിനെ നിഷേധിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ആധികാരികതയില്ലാത്തത് കൊണ്ടോ സംഭവം സത്യമല്ലാത്തത് കൊണ്ടോ ചരിത്രമല്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ഇത് ദീനിൻ്റെ അടിത്തറ തകർക്കുമെന്ന പേടി കൊണ്ടാണ് നിഷേധിക്കുന്നത്. ഇനി ശരിയായ നിരൂപണ രീതി എന്താണെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഇനി മൗദൂദി ഈ കഥ മുഴുവൻ നുണയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി സംഭവങ്ങളുടെ ക്രോണോളജിയും ഖുർആനിലെ ആയത്തുകൾ സൂറത്തുകൾ ഇറങ്ങിയതിൻ്റെ കാലക്രമവും അതിൽ കാണുന്ന വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉരുളുകയാണ് ചെയ്യുന്നത്. അവിടെ മൗദൂദി ഉന്നയിക്കാൻ പോകുന്ന ന്യായങ്ങളൊക്കെ കൂടി ഈ ഒരു ആയത്തിൻ്റെ കാര്യത്തിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതിന് പകരം ഖുർആനിലുടനീളവും ഹദീസുകളിലും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൊക്കെ ആകെ മൊത്തം അങ്ങോട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ മൗദൂദി പറയും പോലെ ഈ കഥ മാത്രമല്ല, ഖുർആൻ മൊത്തം പൊള്ളയാണെന്നും കള്ളമാണെന്നും ഇതിനകത്ത് ആകെ മൊത്തം
വൈരുദ്ധ്യങ്ങളേ ഉള്ളൂ എന്നും കാണാം. നമുക്കിനി മൗദൂദിയുടെ ഉരുളൽ വിശദമായി തുടർന്ന് വായിച്ചുകൊണ്ട് മൗദൂദി എത്ര ബാലിശമായ ന്യായീകരണങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.